സാംസ്കാരിക ഡിപ്പാർട്ട്മെൻറ്റിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സിനിമ കാണിച്ചു കൊടുക്കണമെന്ന് സാർ പറഞ്ഞു. സാർ, ജപ്പാൻ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവർ ഈ അനുഭവപ്പെട്ടിട്ട് ഇപ്പോൾ വളർന്നു വരികയാണ്. അവിടെ ഒരു വർഷത്തിൽ ആവറേജ് 1500 ടൈംസ് ഭൂകമ്പം ഉണ്ടാകാറുണ്ട് ഒരു വർഷത്തിൽ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാകുന്ന സമയത്ത് ആ കുട്ടികൾ, ഈവൻ LKG പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന്. അവർ വളരെ കൂളായ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തുള്ള ആ ഈ ഗ്രൗണ്ടിൽ പോയി കിടക്കുകയാണ്. അവർ അലാറം അടിക്കും, അപ്പോൾ പോവും, പിന്നെ വീണ്ടും അലാറം അടിക്കുമ്പോൾ അത് കഴിഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു വരും. സർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇതിനോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം 150ഓളം രാജ്യങ്ങളിൽ പോയ ഒരാളാണ്. ഇവിടെ എൻ്റെ കൂടെ കുറേ പേര് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു കുട്ടി ഒരു 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 ഐസ്ക്രീമോ ഒരു ചോക്ലേറ്റോ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ റാപ്പ് കയ്യിൽ വെച്ചിട്ട് അടുത്ത ഡസ്റ്റ്ബിൻ നോക്കി നടക്കുന്നത്. അപ്പോൾ ഒരു അവിടെ നമ്മൾ പോകുന്ന ഒരു ടൂറിസ്റ്റും അവിടെ തുപ്പുന്നില്ല. എന്നിട്ട് കാരണം എന്താ വെച്ചാൽ സ്ട്രിക്റ്റ് ലോ ആണ് അത്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് അറിയാലോ. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഒപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് എങ്ങനെയാണെന്ന് അറിയില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സസൈസായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വരാൻ പോകുന്ന ടൂറിസം. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഇൻ്റർനാഷണൽ സായിപ്പന്മാർ അവരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു ഗ്ലാസ് വൈൻ കുടിക്കാനുള്ളൊരു സൗകര്യം, അല്ലെങ്കിൽ ഒരു ബിയർ കുടിക്കാനുള്ള സൗകര്യം, അതിനൊരു പെർമിഷൻ ഈ ബോട്ടിലൊക്കെ. അത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. സാറ് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം ചോദിച്ചതിന് പറയാം, എക്സൈസ് പോളിസിയെ കുറിച്ച് പറയാൻ എന്നെ നിർബന്ധിക്കരുത്.